2013 ജിത്തു ജോസഫ് മോഹൻലാലിനെ നായകനാക്കി ഒരു പടം ഇറക്കുന്നു. ഒരു നോർമൽ പടം എന്നതിലുപരി വേറൊരു ഹൈപ്പും ആ പടത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ്, പടത്തിന്റെ ട്രെയിലർ ആയിക്കോട്ടെ, ടീസർ ആയിക്കോട്ടെ, ഒരു ഫാമിലി ഫീൽ ഗുഡ് പടം എന്നൊരു ഇത് മാത്രമേ നമുക്ക് തന്നുള്ളൂ. അങ്ങനെ 2013 തന്നെ പടം റിലീസാവുന്നു. പടം റിലീസായി മലയാളത്തിൽ തന്നെ ആദ്യത്തെ 50 കോടി എന്ന സ്വപ്ന നേട്ടം അന്ന് നേടുത്തുന്നു. പടം അന്നത്തെ ഒരു സെൻസേഷണൽ ഹിറ്റായി മാറി. ഒന്നര പരിപാടിയാണ് ജിത്തു ജോസഫ് ആ പടത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പേര് ദൃശ്യം. അത് കഴിഞ്ഞ് കൃത്യം 8 വർഷങ്ങൾക്ക് ശേഷം പടത്തിനൊരു 2ാം ഭാഗം വരുന്നു. അറിയാലോ, 1ാം ഭാഗം 1.5 ഹിറ്റ് ആയതോടുകൂടി 2ാം ഭാഗത്തിനൊക്കെ നല്ല രീതിക്ക് ഹൈപ്പ് കയറി. പക്ഷെ പടം തിയേറ്ററിൽ ഇറക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിന് ഏറ്റവും വലിയ കാരണം കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി വന്നതുകൊണ്ട് മാത്രമാണ്. 2021 പടം ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആവുകയും ഒരു 1.5 റെസ്പോൺസ് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പടം എങ്ങാനും തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ, കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ലായിരുന്നുവെങ്കിൽ ലാലേട്ടന്റെ മറ്റൊരു 100 കോടി ആ ദിവസം തന്നെ ഓപ്പണിംഗ് ആയേനെ. പക്ഷെ നമുക്ക് അതിനുള്ളൊരു ഭാഗ്യമില്ല. അങ്ങനെ പടത്തിന് അങ്ങോളായിട്ടുള്ള നല്ല കിടിലൻ റെസ്പോൺസ് കിട്ടി. അതുപോലെ തന്നെ പല ഭാഷകളിലേക്കും പടം റീമേക്കിനും പോയിട്ടുണ്ടായിരുന്നു. പാപനാശം എന്ന പേരിൽ കമലഹാസനും, ദൃശ്യം എന്ന പേരിൽ വെങ്കിടേഷും, അതുപോലെ തന്നെ അജയ് ദേവ്ഗണ്ണും ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തു. അതുപോലെ ചൈനയിൽ വരെ റീമേക്കിന് പോയ ഏക മലയാള പടമാണ് നമ്മൾ ദൃശ്യം എന്ന് പറയുന്ന പടം. അങ്ങനെയുള്ള പടത്തിന്റെ 3ാം ഭാഗം വരുമ്പോൾ ഉണ്ടാവേണ്ട ഹൈപ്പ് എന്ന് പറയുന്നത് വാനോളമാണ്. പക്ഷെ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയൊരു പ്രതീക്ഷ എന്നതിലുപരി ഒരു വലിയ ഹൈപ്പ് ഈ പടത്തിനില്ല. അത് നന്നായി എന്ന് നമുക്ക് പറയാം. പക്ഷെ എന്താണ് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ പടം ഇടേണ്ട FD, അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു ഫിഗർ ആയിരിക്കില്ല ഈ പടം ഇടുന്നത്. ഇതിന് നല്ലൊരു ഹൈപ്പ് ഉണ്ടെങ്കിൽ. ഈ ഹൈപ്പ് കുറഞ്ഞ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഫസ്റ്റ് ഡേ കളക്ഷൻ കുറയും, പിന്നീടുള്ള ദിവസമായിരിക്കും കളക്ഷൻ കൂടും. ഈ വാഴ 2 എന്നൊക്കെ പറയുന്ന പടം നമ്മൾ കണ്ടായിരുന്നല്ലോ. ഇത് ഫസ്റ്റ് ഡേനേക്കാളും കൂടുതൽ കളക്ഷനാണ് അടുത്ത ആഴ്ചകളിൽ, തിങ്കളാഴ്ചയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹൈപ്പ് ഓവർ ആക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ ഹൈപ്പ് കയറി മറ്റൊരു ഒടിയനായി മാറാൻ നമ്മൾ ഈ ദൃശ്യം 3 അനുവദിച്ചുകൂടാ. വേറൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് ഡയറക്ടറുടെ അവസാനമായിട്ട് വന്ന 2 ചിത്രങ്ങളും വെറും വീടായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ മിറാജ് എന്ന് പറയുന്ന പടമൊക്കെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വലതുവശത്തെ കള്ളം വന്നെങ്കിലും അത് കുഴപ്പമില്ല എന്നൊരു മട്ടിലുള്ള ഒരു പടമായിരുന്നു. പക്ഷെ ജിത്തു ജോസഫിന്റെ ടാഗ് ലൈൻ വരുമ്പോൾ, അതും ജിത്തു ജോസഫിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പടം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആളുടെ കയ്യിൽ എന്ന് പറയുന്ന ഒരു 1.5 മാസ്റ്റർ ക്ലാസ് സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആൾ ഇതുപോലൊരു പടമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ദൃശ്യം 3 എന്ന് പറയുന്ന ഈ പടത്തിനോടുള്ള എല്ലാ പ്രതീക്ഷകളും കുറഞ്ഞു പോവുകയാണ്. അതുപോലെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ദൃശ്യം എന്ന് പറയുന്നത് അനൗൺസ് ചെയ്യുന്നു, ഷൂട്ടിംഗ് തീരുന്നു, എല്ലാം പടപടയായിരുന്നു. റിലീസ് April 2 റിലീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയായിരുന്നു. പക്ഷെ പിന്നീട് GCCയുടെ യുദ്ധങ്ങൾ കാരണം റിലീസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഒടുവിൽ അവർ ടീസർ പുറത്തിറക്കിയിട്ടു. ടീസറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല. 1ാം ഭാഗത്തിന്റെ ആ ഒരു ക്ലൈമാക്സ്, 2ാം ഭാഗത്തിന്റെ ആ ഒരു ക്ലൈമാക്സ്, 3ാം ഭാഗത്തിൽ ഒരു ഏറ്റുപറച്ചിൽ എന്ന പോലുള്ള ഒരു പരിപാടിയും കൂടിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ ടീസറിൽ. എനിക്കത് പെർഫെക്റ്റ് ടീസറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ടീസർ. ഒന്നും അധികമില്ല എന്നാൽ കുറവുമില്ല. ഒരു മിഡ് പരിപാടിയാണ് ഈ ടീസർ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, ടീസർ പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കേട്ടു, ഇഷ്ടപ്പെട്ടില്ല എന്നും കേട്ടു. ഞാനൊരു പോളിട്ട സമയത്ത് ഇതിലെന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്, ഒരുപാട് ആൾക്കാർ പോരാന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടീസറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. എനിക്കിതൊരു പെർഫെക്റ്റ് ബ്രില്യൻറ്റ് പ്ലാൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ജിത്തു ജോസഫിന് വേണമെങ്കിൽ ഈ പടത്തിന്റെ ഹൈപ്പ് ഒറ്റയടിക്ക് കൂട്ടാം. കാരണം എന്താ, ഹൈപ്പ് കയറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം പടം ഒരു ആവറേജ് ഇല്ലെങ്കിൽ നമുക്ക് വെറും ഇതെന്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു പടങ്ങളുടെ പേര് കളയാനുണ്ടായ പടം നമുക്ക് തോന്നും. പക്ഷെ ഈ നേരെ മറിച്ച് ഹൈപ്പ് കുറവാണ്, നമ്മൾ പ്രതീക്ഷിക്കൂല. അങ്ങനെ അധികം ഒന്നും പ്രതീക്ഷിക്കാണ്ട് പോയി കാണും, നമുക്ക് ചിലപ്പോൾ ഞെട്ടിപ്പോവും. എന്താവുമില്ലയോ നമുക്ക് കണ്ടതിനറിയാം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പടത്തിന് എത്ര പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞാലും ദൃശ്യമല്ലേ, പ്രതീക്ഷയൊക്കെ ഉണ്ടാവില്ല എന്നൊരു മട്ടാണ് എനിക്ക്. എത്ര പ്രതീക്ഷ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും പറ്റുന്നില്ല, പ്രതീക്ഷ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല എനിക്ക്. എന്തായാലും ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോ ചതിക്കില്ല നമുക്ക് വിശ്വസിക്കാം. ദൃശ്യം 3 എന്തായാലും ഒരു അടിപൊളി പടമാവട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അടിപൊളി പടമായിരിക്കും എന്ന് 100% പറയാൻ പറ്റൂല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. ഒന്നുമില്ലെങ്കിലും നമുക്ക് എന്തൊക്കെ ലാലേട്ടനെ ഒന്ന് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. എന്തായാലും വൃഷഭമൊക്കെ പോലെയുള്ള ആ ഒരു പടങ്ങളുടെ എഫക്റ്റ് ലാലേട്ടനിൽ നിന്ന് എന്തായാലും ജിത്തു ജോസഫ് മാറ്റും നമുക്കറിയാം. അതിന് ടീസറിൽ അവസാനത്തെ ഒരു ഷോട്ട്, ആളെ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്, മോഹൻലാലിനെ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അതിൽ തന്നെ ഈ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആളുടെ ഒരു അഭിനയം അതിൽ തന്നെ ഉണ്ട്. ഒരു 4ാം ക്ലാസ്സുകാരന്റെ 3ാം വരവ് വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.